അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഇങ്ങനെ അധികം നടന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്നിട്ട് നജു ആണ് പറഞ്ഞ പാഷൻ ഫ്രൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും അറിയൂല. അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞോളാം. എനിക്കറിയില്ല, അറിയാത്തത് അറിയില്ല എന്നല്ലേ പറയാൻ പറ്റും. ശരി, ഓക്കെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങൾ ഷാനുവാണ്. നിങ്ങളുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിബാബ ഉണ്ടല്ലോ, അലിബാബയിൽ ഒരു ഡിന്നർ ബൊഫേ നടക്കുന്നുണ്ട്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനിയുള്ള ഇവൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്കിപ്പ് അടിക്കാറില്ല. മാക്സിമം അത് പോയി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അലിബാബയിൽ പോയി ആ ഡിന്നർ ബൊഫേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിന് മുന്നേ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അതായത് കുറച്ച് വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ് കൊടുക്കണം. ആദ്യം എൻ്റെ ഒരു പഴയൊരു സാറുണ്ട്, എൻ്റെ കെമിസ്ട്രി പഠിപ്പിച്ചൊരു സാറുണ്ട്. സോ ആ സാറിനെ ആദ്യം പോയി ഇൻവൈറ്റ് ചെയ്യണം. എന്നിട്ട് രണ്ടാമത് വേറൊരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ടൈം സെറ്റ് ആവുമെന്ന് അറിയത്തില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ അലിബാബയിലോട്ട് പോകും. എന്നിട്ട് ഇത് വേറൊരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. വഴിയിൽ കാറ് കയറുമെന്നൊരു ഡൗട്ടറുണ്ട്. ജസ്റ്റ് ഒന്ന് നടന്ന് പോയിട്ട് വിളിച്ചിട്ട് തിരിച്ച് നടന്നു വരികയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഇങ്ങനെ അധികം നടന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറിലെത്തി ഗൈസ്. ഇനി അടുത്തൊരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സമയമുണ്ട്. നമുക്ക് 7 മണിക്കാണ് അവിടെ പോകേണ്ടത്. ടൈം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പോകുമ്പോൾ ആൾ അവിടെ പ്രസൻ്റ് ആയിരിക്കുമെന്ന് പോലും അറിയത്തില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആ സ്ഥലം അറിയത്തില്ല ക്ലിയർ ആയിട്ട്. അതിനി പോയി കണ്ടുപിടിക്കണം. അതൊരു വെറൈറ്റി അനുഭവമായിരിക്കും തോന്നുന്നു. സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തൃക്കണ്ണാപുരത്തായിരുന്നേ. സോ അതുകൊണ്ട് അത് അടിക്കാനായിട്ടും ഗൂഗിൾ മാപ്പിൽ അടിക്കാൻ വേണ്ടി സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എനിക്ക് ലൊക്കേഷൻ അറിയത്തില്ല, നമ്മളിനി കണ്ടുപിടിച്ച് പോകാനുണ്ടായിരുന്നില്ല. അവസാനം സിസ്റ്റർ അടിച്ച് നമ്മളിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ തൃക്കണ്ണാപുരം പോകാൻ പറ്റില്ല, കാരണം അപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, സർപ്രൈസ് കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്ത അവസാനം ഇപ്പോൾ ഞാനാണ് ഇവിടെ സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബൊഫേ ഒരു വഴിയാവും. അത് കാരണം കൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ നേരെ ഇനി ബൊഫേ കഴിക്കാൻ വേണ്ടി പോകാൻ പോവാണ്. സോ ഒന്നും പറയാനില്ല, നേരെ അങ്ങോട്ട് പോകാൻ പോകുന്നു. ഗൈസ്, നമ്മളങ്ങനെ അലിബാബയിലെത്തി. അങ്ങനെ നേരെ ബൊഫേയിലോട്ട് കടക്കാൻ പോവാണ്. സോ നമ്മൾ ടേബിളിലൊക്കെ എത്തി. ഇനി നമ്മൾ നേരെ ബൊഫേക്ക് പോയി ഫുഡ് എടുക്കാൻ പോകുന്നു. നമ്മുടെ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വികൃതമായിട്ടൊക്കെ തോന്നും. പക്ഷേ എല്ലാ സാധനങ്ങളിലല്ല, ലൈക്ക് ബ്രെഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ, ഫിഷ്, മാംഗോ കറി ഉണ്ടായിരുന്നു ഇവിടുത്തെ. അത് പല ദിവസം ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഫിഷ് മാംഗോ കറി, പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ, മഷ്റൂമിൻ്റെ ഒരു ഫ്രൈ ഉണ്ട്. ഞാനത് എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചിക്കൻ സൂപ്പ് എടുത്തു. പിന്നെ 2 കപ്പ് ജ്യൂസ് എടുത്തു. ഈ കുറേ റൈസ് ഐറ്റംസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇത് ഫിനിഷ് ചെയ്തിട്ട് അടുത്തയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒക്കെ ഞാൻ സെറ്റാവില്ല. ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഡെസേർട്ട്സ് ഉണ്ട്. എൻ്റെ കണ്ണ് ആദ്യം പോയത് ആ ഡെസേർട്ട്സിലായിരുന്നു, ബിക്കോസ് ഐ ലവ് സ്വീറ്റ്സ്. പക്ഷേ അതും അവസാനം നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ പതുക്കെ കഴിക്കും. സൂപ്പ് ഇട്ടിട്ട് ആദ്യമേ ഫുഡിലോട്ട് കടന്നു. ആദ്യം സൂപ്പ് ഒന്ന് കുടിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറേ കുടിക്കും. നൈസാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാനിന്ന് ബൊഫേ വൈകിട്ട് കഴിക്കാമെന്ന് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഞാനിന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരു ദോശയും കുറച്ച് ഫിഷ് കറിയും കഴിച്ചു. അതൊഴികെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഫുൾ പട്ടിണിയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ, ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. എനിക്കിപ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് പ്ലേറ്റിൽ വെച്ചേക്കുന്നുണ്ട്. എന്തിൻ്റെ ടേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഫിഷ് മാംഗോ കറി കൊള്ളാം, നൈസാണ്. നജുവും അഭിപ്രായം പറഞ്ഞു. പിന്നെ ഫിഷ് എടുത്തില്ല. ഈ തേങ്ങാ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫിഷ് മാംഗോ കറി കഴിച്ചപ്പോൾ അതും നന്നായിട്ടുണ്ട്. സോ അതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറി. അത്യാവശ്യം എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പൊറോട്ട, പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ ഒക്കെ നൈസാണ്. കുറച്ച് കറി എടുത്തിട്ട് വരാം ഗൈസ്. ആക്ച്വലി ഈ ഫിഷ് മാംഗോ കറിയുടെ കൂടെ പത്തിരി കഴിക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പോയി റൈസ് ഐറ്റംസ് കുറച്ച് ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ വിശപ്പില്ല, കംപ്ലീറ്റ്ലി ഫുള്ളായി. എന്നാലും ട്രൈ ചെയ്യണമില്ല. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു. ഇതിൽ കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ബിരിയാണി ഉണ്ട്. ഒരുപാടായിട്ട് കഴിക്കാനുള്ള എനർജി ഇല്ല. പിന്നെ കുറച്ച് ഗുലാബ് ജാമും എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ക്യാരറ്റ് എല്ലാം എടുത്തു. പിന്നെ നജു ജ്യൂസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്ച്വലി ഇപ്പം തന്നെ വിശപ്പില്ല, പക്ഷെ സ്റ്റിൽ കഴിച്ച് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചെടുത്തേ. പിന്നെ കുറച്ച് പിക്കിളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ സാലഡും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ടുണ്ട്. ബിരിയാണി കൂടെ നോക്കാം. ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റൈസും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികം റൈസ് കഴിക്കരുതെന്ന് വിചാരിച്ചു, പക്ഷേ നന്നായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഈ റൈസൊക്കെ വൈൻഡപ്പ് ചെയ്യാണ്. ഫുള്ളായി, പക്ഷെ ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര കഴിക്കുമെന്ന് വിചാരിച്ചില്ല, ബട്ട് ഞാൻ ഫുള്ള് കഴിച്ചു.
ഇനി കുറച്ച് ഡെസേർട്ട്സ്, ഇനി ആ ഡെസേർട്ട്സും കൂടെ കഴിക്കണം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് എല്ലാം കഴിച്ച് നോക്കാം. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷ്. സത്യത്തിൽ വിശപ്പില്ല, പക്ഷെ എന്നാലും എന്താ പറയുക, ഡെസേർട്ട് എന്ന് പറയുമ്പോൾ വി കാൻ സേ നോ അല്ലേ. ഇതിനിടയ്ക്കൊരു ചായക്കും കൂടെ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ചായയും വന്നിരിപ്പുണ്ട്, പക്ഷെ നജൂന് മതിയായി. ഗുലാബ് ജാമുൻ കഴിച്ച് നോക്കാവേ. ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. രണ്ടും എനിക്ക് വേണ്ടി തന്നെയാണ്. ക്യാരറ്റ് ഹൽവയേക്കാളും ഗുലാബ് ജാമുൻ കുറേ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരറ്റ് ഹൽവ ഇഷ്ടമായി, പക്ഷേ ഇത് കുറച്ചുകൂടെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഈ ജ്യൂസും കൂടെ കുടിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാം. ആക്ച്വലി ജ്യൂസ് നന്നായിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ഇത് 2nd ഗ്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഇത് പാഷൻ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. നജു ആണ് പറഞ്ഞ പാഷൻ ഫ്രൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും അറിയൂല. അങ്ങനെയല്ല, എനിക്കറിഞ്ഞോളാം. എനിക്കറിയില്ല, അറിയാത്തത് അറിയില്ല എന്നല്ലേ പറയാൻ പറ്റും. ആ ശരി, ഓക്കെ. കഴിച്ചപ്പോൾ ചെറിയൊരു ഫില്ലായ മാതിരി ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫില്ലായതുപോലെ ഇരിക്കുന്നു. ഇവിടെ നിന്ന് എങ്ങനെ എണീറ്റ് നടക്കുമെന്നൊരു അറിയത്തില്ല. അത്യാവശ്യം നന്നായിട്ട് ഫില്ലായി. നജുവിന് ചായ ഇഷ്ടപ്പെട്ടു, പക്ഷെ അങ്ങനെ എന്താ പറയുക, ഞാൻ കുടിച്ചില്ല. അതുകൊണ്ട് പിന്നെ നജുവിൻ്റെ ഒപ്പീനിയൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. ഇഷ്ടപ്പെട്ടു നജുവിന്. നല്ല ചായയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഗൈസ്, അങ്ങനെ ഞാൻ എല്ലാം കഴിച്ചു കഴിഞ്ഞു. എൻ്റെ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ എനിക്ക് പോയി ജസ്റ്റ് ഒന്ന് ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ട് വന്നാൽ മതി. പക്ഷേ നജു ഇപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നജു ഭയങ്കര സ്ലോ മോഷനാണ് ചായ കുടിക്കുന്നത്. ബിക്കോസ് ടയർഡായി. കഴിഞ്ഞു. എങ്ങനെ കുറച്ചൊരു 10 മിനിറ്റ് നജു ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബൊഫേ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ബൊഫേ കഴിച്ചു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബൊഫേ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 499 റുപ്പീസ് ഇതിനുള്ളൂ. സോ അതിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വേർത്തി ആയിട്ടുള്ള ബൊഫേ തന്നെയായിരുന്നു. ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് എൻ്റെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ ബൊഫേക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡേ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.